ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് 2 ആപ്ലിക് വർക്ക് ഡിസൈൻസാണ്. അത് ഒരു 2 സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പല കളറിലും ഡിസൈൻസിലുള്ള നെറ്റ് ക്ലോത്ത് കിട്ടും. നെറ്റ് ക്ലോത്ത് മേടിച്ചിട്ട് നമുക്ക് മീറ്റർ വൈസ് പല റേഞ്ചുണ്ട്. 100 തൊട്ട് ഒരു 130 ആ ഒരു റേഞ്ചൊക്കെ ആവുന്നുള്ളൂ. അങ്ങനെ നമുക്ക് പല ഡിസൈൻസിൽ പല കളറിൽ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഡിസൈൻസിൽ കട്ട് ചെയ്ത് ഈ നെറ്റ് കാണാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഏത് ഫാബ്രിക്കിലാണോ വേണ്ടത് അവിടെ അറ്റാച്ച് ചെയ്താൽ മതി. ഇത് വെച്ച് ഞാനൊരു സാരി ഡിസൈൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. ഇങ്ങനെ ചെറുതായിട്ട് നെറ്റിൻ്റെ ഭാഗം കാണത്തില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ഫ്രോക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മുകൾ ഭാഗത്തായിട്ടും താഴ്ഭാഗത്തായിട്ടും ഓരോ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 2 ലെയറായിട്ട് വരുന്ന ഒരു ഫ്രോക്കാണ്. അതിൻ്റെ ഒരു ലെയറിൽ 3 പൂ വീതം കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറിലും കൂടി നമുക്കിത് എങ്ങനെയാണിത് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് നടുവിലായിട്ട് ഒരെണ്ണം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിനായിട്ട് ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്ന ഗമ്മ്. ഇതാകുമ്പോൾ നമ്മൾ വാഷ് ചെയ്താലും ഇത് ഇളകി പോകത്തില്ല. ഇത് വെച്ച് ഇതൊരു വൈറ്റ് കളറ് സാറ്റൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കാണ്. ഇതിൻ്റെ യോക്ക് ഭാഗത്ത് ഈ ആപ്ലിക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആപ്ലിക് വർക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റെഡ് കളർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ ബീഡ്സ് നെക്കിൻ്റെ ആ ഒരു പോർഷനിലും, അത് കഴിഞ്ഞിട്ട് അതിന് താഴോട്ടായിട്ട് ഈ ആപ്ലിക് വർക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. മുകളിലൊന്ന്, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് 1, അങ്ങനെ ഒരു പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ടൊരു ഷോ ഫ്ലവർ. ഇത് നമുക്ക് വെൽവെറ്റ് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഫുൾ ലെങ്ത് ഫ്രോക്കാണ്. ഫുൾ ലെങ്ത് ഫ്രോക്കിൽ അതിന് താഴോട്ടുള്ള ഭാഗത്തിൽ 2 ലെയറുണ്ട്. ആദ്യത്തെ ലെയർ വൈറ്റ് കളർ സാറ്റൻ ക്ലോത്ത്, അതിന് മുകളിലായിട്ടൊരു 2 ലെയറായിട്ട് നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ നെറ്റ് 2 പാർട്സിലോട്ട് ഇങ്ങനെ 2 സൈഡിലോട്ടും ഇങ്ങനെ പോവുകയാണ്. ഈ 2 സൈഡിലോട്ടും പോകുന്നതിൻ്റെ അറ്റത്തായിട്ട് വൈറ്റ് കളർ ലേസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ലേസ് ഇങ്ങനെ 2 സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് നമ്മൾ മേടിക്കുന്ന ഫ്രോക്കോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്കിലും നമുക്കിങ്ങനെ ആപ്ലിക് വർക്ക് ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.